എന്താണ് സാർ വന്നതുകൊണ്ട് ഒരുപാട് മാറ്റങ്ങൾ നമുക്ക് ഉണ്ടായിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ ഒരു ഇതിന്റെ പഞ്ഞാര പോലീസ് സ്റ്റേഷനിൽ ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. കഞ്ചാവും കള്ളും ബ്രൗണും അൻസും എല്ലാം 18 വയസ്സ് ആയ കുട്ടികളല്ലാതെ 15, 13 വയസ്സായ സുലഭമായിട്ട് നമ്മളെ നാട്ടിൽ പരസ്യമായിരുന്നു. ഇവിടെ വീട്ടിന്റെ പരിസരത്ത് തന്നെ അൻസ് വിട്ടിട്ട് ഓരോ അമ്മമാര് വിട്ടിട്ട് കുട്ടികൾ വാങ്ങിക്കൊണ്ടുപോയിട്ട് അൻസ് സ്കൂളിൽ വരെ വിതരണം ചെയ്യുന്ന കാലഘട്ടമായിരുന്നു. അതിനെക്കൊണ്ട് നമ്മൾ കിരൺ സാറ് വന്നതിനെ കൊണ്ട് ഈ നാട് നിറയെ എത്രയോ മെച്ചാണ് ഇപ്പൊ നമ്മളെ വീട്ടിന്റെ പരിസരത്ത് ഇപ്പൊ അങ്ങനെ ഇല്ല കച്ചവടം. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു സ്ത്രീകൾക്ക് നിൽക്കാൻ പറ്റൂല. കാരണം ഇപ്പോൾ കിരൺ സാറിൻ്റെ വണ്ടി വരുന്നതുകൊണ്ട് സാറിനെ പേടിച്ചിട്ട് ആൾക്കാർ ഓടിക്കഴിച്ചിലാവും. അതുകൊണ്ടാണ് ഇപ്പോൾ സാർ വന്നതുകൊണ്ട് ഒരുപാട് മാറ്റങ്ങൾ നമുക്ക് ഉണ്ടായിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ ഒരു ഇതിന്റെ പഞ്ഞാര പോലീസ് സ്റ്റേഷനിൽ ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. ഞാൻ വളർന്നു വന്നിട്ട് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അത് കിരൺ സാറിനെ കൊണ്ട് കഴിഞ്ഞത് തന്നെയാണ് കേട്ടോ. പക്ഷെ കിരൺ സാറിന് ഈ ഭാഗത്ത് കിരൺ സാർ നല്ല ചെയ്താൽ ഈ ഭാഗത്ത് കിരൺ സാറിന് ചീത്താണ് വരുന്നത്. പക്ഷെ നമ്മളെ അമ്മമാരെ ഭാഗത്തൊന്നും ഈ പ്രദേശത്തൊന്നും അങ്ങനെ ഉണ്ടാവില്ല. മൂപ്പരിക്ക് വരും നമ്മളെ നാട് ഇങ്ങനെ ആക്കി, അല്ലെങ്കിൽ ഇങ്ങനെ ഒന്നും നമ്മളെ നാട് കാണില്ല. അവിടെ 4 കൂട്ടാള്, അവിടെ 5 കൂട്ടം ചെക്കന്മാർ, എനിക്കും എൻ്റെ മക്കൾക്കൊക്കെ പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയിലേനി നമ്മളെ വീട്ടിൻ്റെ പരിസരത്തൊക്കെ ഉണ്ടായത്. വിൽപ്പനോണ്ട് കഞ്ചാവ് അനിസൊക്കെ സ്കൂൾ കുട്ടികളൊക്കെ രാവിലെ വരുന്നതെന്ന് പറയാം, ബാഗ് അപ്പുറം കൊടുത്തിട്ട് ഇവിടുന്ന് വാങ്ങിയിട്ടാണ് പോക്ക്. അങ്ങനെ ഇവിടെ ഉള്ള കുട്ടികളല്ല അത് ഇതാക്കുന്നത്, പുറത്തുനിന്ന് വരികയാണ്. ഇവിടുത്തെ കുട്ടികളല്ല. പക്ഷെ ഇവിടുത്തെ കുട്ടികൾ ഉപയോഗിക്കുന്നുണ്ടാവും, അത് അപ്പുറമുള്ള കുട്ടികൾ വാങ്ങി കൊടുത്തിട്ടായിരിക്കും. അത് കിരൺ സാർ വന്നതിന്റെ ശേഷം തന്നെ പിന്നെ ഇവിടെയൊക്കെ മക്കള് വന്ന് വാങ്ങലും കൊണ്ടുപോകലും ഒക്കെ ഉണ്ടാകുന്നത്. ഈ പ്രദേശത്തുള്ള കുട്ടികളല്ലെങ്കിലും പുറത്തുനിന്ന് വന്നിട്ട് വാങ്ങിയിട്ട് ഓല് കൊണ്ടുപോകുക, എന്നിട്ട് മറ്റുള്ളവര് ഇങ്ങനെ പിന്നെ പൈസക്ക് വിറ്റിട്ട് കുട്ടികളെ ചീത്താക്കുക. കള്ളും കഞ്ചാവും ബ്രൗണും എല്ലാ ഇതും ഉണ്ട്. നമുക്ക് പറയാം നമ്മളെ മക്കള് നന്നായിരിക്കണം. അപ്പൊ ഈ കിരൺ സാറ് വന്നതിന്റെ ദിവസം നമുക്ക് അത്ര വലിയ ഒരു ഇതില്ല, ലേശം ഒരു സമാധാനം ഉണ്ട്. കിരൺകുമാറിനെ മാറ്റാൻ വേണ്ടി രാഷ്ട്രീയ സമ്മർദ്ദമുണ്ട്. കഴിഞ്ഞ ദിവസം പോലീസ് സ്റ്റേഷന് മുന്നിൽ ഉപരോധം ഉൾപ്പെടെ സംഘടിപ്പിച്ചിരുന്നു. അദ്ദേഹം 2 വർഷമായി പോലീസ് സ്റ്റേഷനിൽ, ഈ പന്നിയങ്കര പോലീസ് സ്റ്റേഷനിലുണ്ട്. 3 വർഷമാണ് സാധാരണ SI-മാർക്ക് പോലീസ് സ്റ്റേഷനിൽ നിൽക്കാൻ പറ്റുക. ആ കാലാവധി പൂർത്തിയാക്കുന്നതിന് മുന്നേ തന്നെ അദ്ദേഹത്തെ മാറ്റണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് രാഷ്ട്രീയ സമ്മർദ്ദം ശക്തമാക്കിയിട്ടുള്ളത്. ഇതിനെതിരെയാണ് നാട്ടുകാർ, ഈ വിവരം അറിഞ്ഞ് നാട്ടുകാർ രംഗത്തെത്തുന്നു, IG-ക്ക് നിവേദനം കൊടുക്കുന്നു. മാത്രമല്ല, നമ്മൾ ചെന്ന് പ്രതികരണം തേടുമ്പോൾ 100 നാവാണ് നേരത്തെ അരുൺകുമാർ പറഞ്ഞ പോലെ തന്നെ കിരൺകുമാറിന് അനുകൂലമായിട്ട്. കാരണം ഈ പ്രദേശം, ആ ചാമുണ്ടി വളപ്പ്, പയ്യാനക്കൽ ഭാഗത്ത്, ചില ചക്കങ്കടവ് ഭാഗത്തൊക്കെ ധാരാളമായി പന്നിയങ്കര സ്റ്റേഷൻ പരിധിയിൽപ്പെടുന്ന തീരദേശ മേഖലയിലൊക്കെ ധാരാളമായി കഞ്ചാവ് കേസുകൾ ഉണ്ടാകുന്നു. കഴിഞ്ഞ മാസം മാത്രം 46 കേസുകൾ കിരൺ SI മാത്രം പിടിച്ചു. 56 കേസുകളാണ് പന്നിയങ്കര സ്റ്റേഷനിൽ പിടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഭാഗത്ത് വലിയ മാറ്റമുണ്ടായി. പക്ഷേ ചില രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾ ഉണ്ടാകുമ്പോൾ, രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാർ വിളിക്കുമ്പോൾ ആ സമ്മർദ്ദത്തിന് വഴങ്ങി ആരെയും വിട്ടുകൊടുക്കാറില്ല. അതാണ് ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടിക്കാരെ ചൊടിപ്പിച്ചത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.